നമസ്കാരം. കരൂർ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് സർക്കാർ ജോലി നൽകിക്കൊണ്ടുള്ള തമിഴ്നാട് സർക്കാരിന്റെ ഉത്തരവ് മദ്രാസ് ഹൈക്കോടതി തിങ്കളാഴ്ച റദ്ദാക്കി. നിയമനങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള പൊതുതാൽപര്യ ഹർജികൾ തീർപ്പാക്കിക്കൊണ്ടാണ് ഹൈക്കോടതിയുടെ ഈ നടപടി. ദുരന്തത്തെക്കുറിച്ച് CBI അന്വേഷണം നടത്തുന്നുണ്ടെന്നും സുപ്രീം കോടതി കേസിന്റെ പുരോഗതി നിരീക്ഷിക്കുന്നുണ്ടെന്നും വ്യക്തമാക്കിയ കോടതി വിഷയത്തിന്റെ വശങ്ങളെക്കുറിച്ച് മറ്റ് നിരീക്ഷണങ്ങളൊന്നും നടത്തുന്നില്ലെന്ന് അറിയിച്ചു. ഈ നിയമനങ്ങൾ താൽക്കാലികമായിരിക്കുമെന്നും ഗുണഭോക്താക്കൾക്ക് ആദ്യ മാസത്തെ ശമ്പളം ലഭിക്കുന്നതിന് മുൻപ് കേസിൽ അന്തിമ തീരുമാനം എടുക്കുമെന്നുമുള്ള ഉപാധിയോടെയാണ് മുൻപ് ഈ നിയമനവുമായി മുന്നോട്ടു പോകാൻ തമിഴ്നാട് സർക്കാരിന് അനുമതി നൽകിയിരുന്നതെന്ന് ഹൈക്കോടതി ബെഞ്ച് ചൂണ്ടിക്കാട്ടി. ആ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസിൽ അന്തിമവിധി പ്രസ്താവിച്ചിരിക്കുന്നത്. ആശ്രിത നിയമനങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള പൊതുതാൽപര്യ ഹർജികളുടെ നിലനിൽപ്പ് കോടതി പരിശോധിച്ചു. അർഹതപ്പെട്ട കേസുകളിൽ ഉചിതമായ ആശ്വാസം നൽകാൻ കോടതികൾക്ക് അധികാരമുണ്ടെന്ന സുപ്രീം കോടതി വിധികൾ ബെഞ്ച് ഇതിനായി ചൂണ്ടിക്കാട്ടി. അതേസമയം ഹൈക്കോടതി വിധിക്കെതിരെ TVK സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിവരം. ആശ്രിത നിയമനങ്ങൾ പ്രായപരിധിയും വിദ്യാഭ്യാസ യോഗ്യതയും ഉൾപ്പെടെയുള്ള കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾക്ക് വിധേയമാണെന്ന് നൽകുന്നതെന്നും കരൂർ കേസിൽ എല്ലാ നിയമങ്ങളും പാലിച്ചാണ് നിയമനം നടത്തിയതെന്നും സംസ്ഥാന സർക്കാർ വാദിച്ചു. ഏത് അടിസ്ഥാനത്തിലാണ് നിയമനങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നതെന്നും സർക്കാർ ചോദിച്ചു. എന്നാൽ ഇത്തരം നിയമനങ്ങൾ ഉണ്ടാക്കുന്ന വലിയ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് കോടതി ആശങ്ക പ്രകടിപ്പിച്ചു. കരൂർ ദുരന്തത്തിലെ ഇരകളുടെ കുടുംബങ്ങൾ സർക്കാർ ജോലി ലഭിച്ച സാഹചര്യത്തിൽ അല്ലെങ്കിൽ അവർക്ക് ജോലി നൽകിയ സർക്കാർ ബസ് അപകടങ്ങളിലോ ശിവകാശിയിലെ പടക്ക നിർമ്മാണശാലയിലെ സ്ഫോടനം പോലുള്ള വ്യവസായ അപകടങ്ങളിലെ മരിക്കുന്നവരുടെ കുടുംബങ്ങളും സമാനമായ ആവശ്യവുമായി രംഗത്തെത്തുമെന്നും കോടതി നിരീക്ഷിച്ചു. തമിഴ്നാട് പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ നിയമനം കാത്തിരിക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടിയ ബെഞ്ച് ഈ നിയമനങ്ങൾ സാധൂകരിക്കുന്നതിനാവശ്യമായ സാധാരണ അംഗീകാര പ്രക്രിയയിൽ നിന്നും സർക്കാർ ഇളവ് നൽകിയതായും വ്യക്തമാക്കി. ഇരകളുടെ കുടുംബങ്ങൾക്ക് സർക്കാർ ജോലി നൽകുന്നതിനേക്കാൾ അനുയോജ്യമായ പുനരധിവാസം അവർക്ക് നൈപുണ്യ വികസന പരിശീലനവും ജീവനോപാധികളും നൽകുന്നതാണെന്നും കോടതി അഭിപ്രായപ്പെട്ടു. തസ്തികകൾ വെറും സാധാരണ ജോലികൾ മാത്രമാണെന്ന സർക്കാരിന്റെ വാദം തള്ളിയ ബെഞ്ച് ഒരു സർക്കാർ ജോലിയും സാധാരണമാണെന്ന് പറയാനാവില്ലെന്നും ഓരോ സർക്കാർ ജോലിയും ഒരു കുടുംബത്തിന്റെ ജീവനോപാധിയും സുരക്ഷിതത്വവുമാണെന്നും നിരീക്ഷിച്ചു. 2025 സെപ്റ്റംബറിൽ ഒരു TVK തെരഞ്ഞെടുപ്പ് റാലിക്കിടെയുണ്ടായ കരൂർ ദുരന്തത്തിൽ മരിച്ച 41 പേരുടെ കുടുംബങ്ങൾക്കായി വിജയ് സർക്കാർ പ്രഖ്യാപിച്ച പുനരധിവാസ പാക്കേജിന്റെ ഭാഗമായാണ് ഈ നിയമനങ്ങൾ നൽകിയത്. അധികാരമേറ്റ ശേഷം ജൂലൈ 10 ആദ്യമായി കരൂർ സന്ദർശിച്ച വിജയ് ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങളിൽ 32 പേർക്ക് ആശ്രിതത്വ നിയമന ഉത്തരവുകൾ കൈമാറിയിരുന്നു. ദുരന്തബാധിതരായ ഓരോ കുടുംബത്തിൽ നിന്നും അർഹതയുള്ള ഒരാൾക്ക് വീതം സർക്കാർ ജോലി നൽകുന്നതായിരുന്നു ഈ പാക്കേജ്. അതിനുശേഷം ജില്ലാ കളക്ടറേറ്റിൽ വെച്ച് ദുരന്തത്തിനിരയായവരുടെ കുടുംബാംഗങ്ങളെ മുഖ്യമന്ത്രി നേരിൽ കാണുകയും ചെയ്തു. കറുത്ത വസ്ത്രം ധരിച്ചെത്തിയ വിജയ് നിയന്ത്രണം വിട്ട് കരഞ്ഞുകൊണ്ടാണ് നിയമന ഉത്തരവുകൾ കൈമാറിയത്. ഈ ദുരന്തം ഉണങ്ങാത്തൊരു മുറിവായി മനസ്സിൽ അവശേഷിക്കുമെന്ന് പറഞ്ഞ അദ്ദേഹം ബന്ധുക്കളെയും ആശ്വസിപ്പിച്ച് കുടുംബാംഗങ്ങളെ കെട്ടിപ്പിടിച്ചും തലകുനിച്ചുമാണ് നിയമന ഉത്തരവുകൾ നൽകിയത്.